സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ട്രെക്കിംഗ് എന്നറിയപ്പെടുന്ന വരയാട് മുട്ടയിലേക്കുള്ള ട്രെക്കിംഗ് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി എക്കോ ടൂറിസത്തിന് കീഴിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റിയാണ് വരയാട് മുട്ട ട്രെക്കിംഗ്. ഈ കാണുന്നതാണ് ഗോൾഡൻ വാലി എന്നറിയപ്പെടുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് വരയാട് മുട്ടയിലേക്ക് നമുക്ക് കയറി പോകാനുള്ള ടിക്കറ്റ് എടുക്കാൻ. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാല് ആ മീൻമുട്ടി വാട്ടർഫോളിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം 18 കിലോമീറ്റർ ആണ് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കവർ ചെയ്യാനുള്ളത്. രാവിലെ 7:30 മണിക്ക് നമ്മൾ നടന്നു തുടങ്ങുവാണ്. വൈകിട്ട് ഒരു 5 മണി 6 മണി റേഞ്ചിൽ തിരിച്ചിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ട്രെഞ്ച് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കാടിനുള്ളിലേക്ക് കടക്കാനായിട്ട്. അത്യാവശ്യം വന്യമൃഗങ്ങളൊക്കെ ഉള്ള നല്ലൊരു തിക്ക് ഫോറസ്റ്റ് തന്നെയാണിത്. ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കയറ്റമാണ്. 18 കിലോമീറ്റർ കവർ ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ മെല്ലെയാണ് നടന്നു തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഞാനൊരു വ്യൂ കാണിച്ചു തരാം. ദേ ആ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമുക്ക് നടന്ന് കയറാനുള്ളത്. ഏകദേശം 1100 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. ഈ സ്ഥലം കണ്ട ഒരു വഴി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വഴിയൊന്നും അല്ലത്. ഗൈഡില്ലാതെ വന്ന് ഉറപ്പായിട്ട് തെറ്റും. മൂന്നാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരയാടുകളെ കാണപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. വരയാടുകൾ മാത്രമല്ല, ഇവിടെ ആനയും കരടിയും പോത്തും അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിലൊരു 20 ആൾക്കാർ ഇന്നത്തെ ട്രെക്കിങ്ങിന് കൂടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ആൾക്കാരെയും ഒന്ന് കാണിച്ചു തരാം. പകുതി ദൂരം കംപ്ലീറ്റ് ആയി. ഇനി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഏരിയയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ 1-2 ക്ലിപ്പിംഗ്സ് കാണിച്ചു തരാം. അടിപൊളി ഗായ്സ്, സൂപ്പർ. അങ്ങ് ടോപ്പിൽ കാണുന്നൊരു മലയുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള മലയുടെ കുറച്ചും കൂടെ അടുത്തുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഏകദേശം 4 കിലോമീറ്റർ കവറായി. നല്ല എക്സൈറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് മേളിലെത്തണം. ട്രെക്കിംഗ് വീണ്ടും നമ്മൾ റെസ്യൂം ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് വെയിലടിച്ചു തുടങ്ങി. പക്ഷെ ആ ഒരു ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു സീനുണ്ടായുടെ ഒരു പാമ്പിനെ ചവിട്ടി. ഒരു കുഞ്ഞു പാമ്പ് അവൻ്റെ വാലിലാണ് ചവിട്ടിയത്. കരിയിലേൻ്റെയും പാമ്പിൻ്റെയും കളറ് ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അതിനെ മനസ്സിലായില്ല. മൂവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും ഇഴജന്തുക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. സേഫ്റ്റി ഫസ്റ്റ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒരു ബൂട്ട് യൂസ് ചെയ്യാൻ നോക്കുക. ട്രെക്കിംഗ് ബൂട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അത് ഇങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. നടക്കാനും കുറച്ച് ഈസി. ഇനി എത്ര സമയം കൊണ്ട് മേലിലെത്തും ബ്രോ? ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കൊണ്ട് മേലിൽ കയറും അല്ലേ? ഓക്കെ. ഇനി അങ്ങോട്ട് ഫുള്ള് നല്ല കുത്തനെ കയറ്റാ 80 ഡിഗ്രിയിൽ. ഓക്കെ. ഇതാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്കൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഇതാണ് വഴി കേട്ടോ. അതെ, നമ്മള് ശരിക്കേ ഇത്രയും നടന്ന ക്ഷീണം ഇത് കണ്ടപ്പോ അങ്ങ് മാറിയില്ലേ? അതുപോലെ കുറച്ച് കോടമഞ്ഞ്. അതെ, എല്ലാ ആൾക്കാരുടെയും വെള്ളം കഴിഞ്ഞു. തൊട്ടപ്പുറത്തൊരു അരുവി ഉണ്ട് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അരുവിയിലെത്തുക, വെള്ളം കുടിക്കുക. ഈവൻ ദാഹമുണ്ട് എങ്കിൽ കൂടി ഇങ്ങനെയുള്ളൊരു എൻവിറോൺമെന്റിന്റെ ഇടയ്ക്കിടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. എനിക്കിതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്.
എന്ന് പറഞ്ഞാൽ കേറിക്കൊണ്ടിരിക്കും ഒട്ട കയറി. ആ ഒരു ടെറൈൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഓരോ ടെറൈനിലും ഓരോ ഫീലാ. ഇതാണ് സെറ്റില്ലേ, അത് മെയ്ഡാണ്. ആ കാടിൻ്റെ സൗണ്ട് കേട്ടില്ലേ? ഈ സൗണ്ട് തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ വരുന്നുണ്ട്. ഇതാണ് ഇതിന് കഴിഞ്ഞാണ് നമ്മളെ വരയാട് കോട്ട, അല്ല ആ മലയല്ല. അയ്യോ, ഇത് നമ്മുടെ ഇതിട്ട് കാണുക. ഫോട്ടോ ഓൾറെഡി ഉണ്ട്. അതല്ല, ഞാൻ വന്ന വഴിക്ക് ഞാനെ കണ്ടിട്ട് വന്നത്. എനിക്ക് ഈ സംസ്ഥാനം നിങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ആന ഫ്രഷ് പുല്ലായിട്ട് പോയിട്ടില്ല ആ റോഡ് സൈഡ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നിങ്ങൾ അലച്ചു വന്നു കഴിഞ്ഞാൽ ട്രക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ ഇതുവരെ ഇത് ആർക്കും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് സംസാരിക്കാം. ഇതിന് മുകളിൽ നിങ്ങൾ കയറി നിങ്ങൾ എന്ത് വേണോ ബഹളം വെച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരാളുടെ ഹൈറ്റിലാണ് കേട്ടോ ഈ പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നത്. നമ്മുടെ പുൽത്തൈലമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പുല്ലും ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇതാണോ എന്ന് എനിക്കറിയില്ല. വരയാട് മുട്ടയുടെ ബേസ് ക്യാമ്പ് എന്നുള്ള വ്യൂ ആണത്. ഇനിയാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു 80 ഡിഗ്രി സ്ലോപ്പിലേക്കാണ് നമുക്ക് നടന്ന് കയറാനുള്ളത്. നീലക്കുറിഞ്ഞുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട്. നടക്കുന്ന കുറേ ആൾക്കാർ വരുന്നുണ്ട്. സെറ്റായി. നല്ല കടുപ്പ് കയറി പോകാനായിട്ട് അടിപൊളിയാണ്. നമുക്ക് നോക്കാം. മേടിച്ചിട്ട് നല്ല സ്റ്റീപ്പാണ്. 90 ഡിഗ്രി 80 ഡിഗ്രി 80 ഡിഗ്രിയിലാണ് ഇങ്ങനെയുള്ള കയറ്റം വരുന്നത്. നോക്കാം. പരിപാടി ഈസി അല്ല. നല്ല റെസ്റ്റ് എടുത്ത് ടൈം എടുത്ത് മെല്ലെ കയറാൻ പറ്റുള്ളൂ. ബേസ് ക്യാമ്പിൽ നിന്ന് പകുതി ദൂരം കയറി മെല്ലെ മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. നല്ല കാറ്റടിക്കുന്നുണ്ട്. മേലിലോട്ട് പോകും തോറും ശക്തമായിട്ട് കാറ്റടിക്കുന്നുണ്ട്. ആ കാണുന്നതാണ് വരയാട് മുട്ട. സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ലൈഫിൽ ഒരിക്കലെങ്കിലും വരിക. മേളിൽ കയറുന്നത് അത്യാവശ്യം നല്ല പണിയുണ്ട്. ആനയുടെ ഒരു അലറൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര തിക്കായിട്ടുള്ള ഫോറസ്റ്റ് അല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു 60% കയറി. ഇനി ഭയങ്കര സ്റ്റീപ്പാണ്. 80 ഡിഗ്രിയിലേക്കാണ് ഇനി നമുക്ക് കയറാനുള്ളത്. നമ്മുടെ സ്ഥലത്ത് അല്ലേ ഇങ്ങനെ പറഞ്ഞു. ശിവാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാലൊക്കെ കഴുകി ചന്ദ്രൊക്കെ ഇട്ട് ഫൈനലി നമ്മൾ ഏകദേശം ടോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയൊരു 20 മീറ്റർ കയറുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാം.
ഗൈസ് 1100 മീറ്റർ 1 കിലോമീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അയ്യവാ, ഫൈനലി സബ്മിറ്റ് ചെയ്തു ഗൈസ്. 1 കിലോമീറ്റർ ടോപ്പില്. ഫീലിംഗ് സോ ഹാപ്പി. ഇത് അരുണാണ്. അരുൺ ഒരു പാഷനേറ്റ് ട്രാവലറാണ്. നമ്മുടെ ഗൈഡും ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകാശം നമ്മുടെ തൊട്ട് താഴെയുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമുക്ക് പൊന്മുടി ഹൈ റേഞ്ച് മൊത്തം കാണാൻ പറ്റും. അയ്യസോടവിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. അയ്യോ, സൗണ്ട് മഴ വരികണോ? കളിക്ക് തന്നിക്കണാവോ?